നമസ്കാരം. പിണറായി സർക്കാരിനെതിരെ ഉയർന്ന ഈ ബാർക്കോഴ ഇടപാട് അതിനെ സംബന്ധിച്ച് നമ്മുടെ പ്രതിപക്ഷം വളരെ കർക്കശമായ നിലപാട് കൈക്കൊണ്ടതോടെ സർക്കാർ വൻ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഈ UDF കൺവീനർ MM ഹസൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണ്ട, അല്ല പോരാ. കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണല്ലോ. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന യഥാർത്ഥത്തിൽ ഗൂഢാലോചനയാണ്. ഈ ആരോപണം സംബന്ധിച്ചൊന്നല്ല. അതായത് MP രാജേഷ് പറയുന്നു ഇതൊരു ഗൂഢാലോചനയാണ്. ഈ കോഴ ആരോപണം എന്ന് പറയുന്നത്, ഈ ശബ്ദരേഖ പുറത്തു വന്നതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് അറിയാലോ. ഇവർ പറയുന്നത്, ഇവരുടെ മനസ്സിൽ ഈ ഗൂഢാലോചന തിയറി ഇവർ പറയുന്നത്, ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർ പറയുന്ന ഗൂഢാലോചന ഇത് മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന എന്ന നിലയ്ക്കാണ് ഇതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ MP രാജേഷ് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേണ്ടിയിട്ട് നിർദ്ദേശിച്ചത് ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനാണ്. അപ്പം ആ ഒരു അന്വേഷണം, പ്രാഥമികമായ അന്വേഷണം ക്രൈംബ്രാഞ്ച് ആരംഭിച്ചു കഴിഞ്ഞു. ഏതാണ്ട് ഉടനെ തന്നെ ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ടൊക്കെ കൊടുത്തേക്കാം. നമുക്ക് ഇപ്പോഴേ അറിയാം ആ ക്രൈംബ്രാഞ്ച് കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞേക്കാണെങ്കിൽ ഈ സർക്കാരിന് അല്ലെങ്കിൽ എക്സൈസ് മന്ത്രിക്ക് ഒക്കെ ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടായിരിക്കും ക്രൈംബ്രാഞ്ച് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് MM ഹസൻ പറയുന്നത് പോരാ, ക്രൈംബ്രാഞ്ച് അന്വേഷണം കൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല, ഇതൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് MM ഹസൻ പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ വേറെ കുറെ കിടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഏതായാലും ഹസൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. 2 മന്ത്രിമാർക്ക് ഈ ഇടപാടിൽ പങ്കുണ്ട്. അതായത് എക്സൈസ് മന്ത്രി MP രാജേഷിനും മറ്റൊന്ന് ടൂറിസം വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിയുടെ മാത്രമല്ല നമ്മുടെയൊക്കെ സ്വന്തം PA മുഹമ്മദ് റിയാസിനും ഈ ഇടപാടിൽ പങ്കുണ്ട് എന്നാണ് MM ഹസൻ പറയുന്നത്. ഈ ഒരു ബാർ ഉടമകൾക്ക് അല്ലെങ്കിൽ ബാറുകൾക്ക് പ്രവർത്തന സമയം കൂട്ടാനുള്ള ഒരു എന്താ പറയുക, ഇവരുടെ ഒരു തീരുമാനം അങ്ങനെയായിരുന്നല്ലോ. 12 മണി വരെ ബാർ സമയം കൂട്ടണം, പിന്നെ ഈ ഡ്രൈ ഡേ ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾക്ക് പിന്നിൽ ടൂറിസം വകുപ്പിന് കാര്യമായ ഇടപെടലുണ്ടായിരുന്നു. കാരണം ടൂറിസം വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് അത്ര ഈ ഒരു ആവശ്യമൊക്കെ ഉന്നയിച്ചത്. കാരണം ടൂറിസം നമുക്ക് ഡെവലപ്പ് ചെയ്യണമല്ലോ. ടൂറിസം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും ആവശ്യമാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തായാലും മുഹമ്മദ് റിയാസിന്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്നാണ് MM ഹസൻ പറയുന്നത്. നമ്മൾ പറയുന്നില്ല, MM ഹസൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അപ്പൊ ഈ ഇടപാടിൽ മന്ത്രി രാജേഷിനും നമ്മുടെ PA മുഹമ്മദ് റിയാസിനും പങ്കുണ്ട്. അതുകൊണ്ട് ഈ 2 മന്ത്രിമാരും രാജിവെക്കണമെന്നാണ് ഹസൻ പറയുന്നത്. രാജിവെച്ചിട്ട് ഇവർ അന്വേഷണം നേരിടണം, ജുഡീഷ്യൽ അന്വേഷണം നേരിടണം. KM മാണിനെ കൊണ്ട് രാജിവെപ്പിച്ച ടീമാണല്ലോ. അപ്പം തീർച്ചയായും ഈ 2 ആൾക്കാർക്ക് രാജിവെപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അന്ന് KM മാണിയെ കൊണ്ട് രാജിവെപ്പിച്ചത് ഇടതുപക്ഷമായിരുന്നു. അപ്പൊ ഇടതുപക്ഷത്തിന് ഒരു സമരവീര്യമൊന്നും നമ്മുടെ MM ഹസനും കൂട്ടർക്കും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാവങ്ങൾ ഇന്നും അടികൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുതൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും ഇടക്കിടക്ക് അടി കൊണ്ടില്ലെങ്കിൽ ഇവർക്ക് വലിയ വിഷമാണ് തോന്നുന്നു. കാരണം നമുക്കറിയാലോ, നവകേരള സദസ്സിൽ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പരിഹസിച്ച് തുടക്കം മുതൽ അവസാനം വരെ ഒരു മാസക്കാലം പാവങ്ങൾ അടികൊണ്ട് ഒരു വഴിക്കായിരുന്നു. ഏതായാലും വീണ്ടും അടി കൊള്ളാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സമര പരമ്പരയിലേക്കാണ് ഏതായാലും പോകുന്നത്. പക്ഷെ ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനിടെ നമ്മുടെ മന്ത്രി MP രാജേഷ് ഈ ആരോപണത്തിനൊക്കെ നടുവില് ഇദ്ദേഹം മുങ്ങി എന്നാണ് അറിയുന്നത്. മുങ്ങി എന്ന് പറയുന്നത് ഒരു മോശം പരാമർശം ആണ് എന്നറിയാം. യഥാർത്ഥത്തിൽ മുങ്ങിയതല്ല. ഇദ്ദേഹം വിദേശത്തേക്ക് വിനോദയാത്രയ്ക്ക് വേണ്ടിയിട്ട് സകുടുംബം, ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒരു മന്ത്രി എന്താ പറയേണ്ടത്, ഒരു വലിയ ആരോപണത്തിന്റെ, ഒരു പക്ഷേ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആരോപണം. കേജ്രിവാളൊക്കെ അകത്ത് കിടക്കുന്നത് നമുക്കറിയാം. ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന്റെ പേരിൽ മാത്രമല്ല, അതിന്റെ തെളിവുകളും ഒക്കെ കേജ്രിവാളിനെതിരായി വന്നതുകൊണ്ടാണല്ലോ. അപ്പൊ അതേപോലെ ഇങ്ങനെ ഒരു ആരോപണം ഉയരുമ്പോഴാണല്ലോ അന്വേഷണം ഉണ്ടാകുക, തെളിവുകളൊക്കെ കണ്ടെത്തുക, അല്ലെങ്കിൽ തെളിവുകളൊക്കെ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്. ഏതായാലും MP രാജേഷ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹം സകുടുംബം അർമാദിക്കാനായി ഒരു വിദേശ യാത്ര വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ ഇതിലൊന്നും നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ വലിയ ആളിന് മുമ്പേ ഇത്തരത്തിലുള്ള യാത്ര പോയതാണല്ലോ. മുഖ്യമന്ത്രി ഏറ്റവും ക്രൂഷ്യലായ ഒരു സമയത്താണ്, അതായത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ഇന്ത്യ മുന്നണിയിലെ
ഇടതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എല്ലാ സ്ഥലത്തും പോയി ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. അതിനിടയിലാണ് കുടുംബസമേതം കുഞ്ഞുകുട്ടികളുടെ ഒക്കെ കൂടെ പിണറായി ഇന്തോനേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും ദുബായിലേക്കും ഒക്കെ യാത്ര പോയത്. മരുമകൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിച്ചുപൊളിച്ച് അവര് തിരിച്ചെത്തി. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ എക്സൈസ് മന്ത്രിക്കും തോന്നുമല്ലോ ഒന്ന് അടിച്ചുപൊളിച്ച് കളയാം. പിന്നെ ഇതിലൊന്നും നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ബാലൻ സഖാവ് പറഞ്ഞ പോലെ ഈ ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് വിശ്രമിക്കാൻ വേണ്ടി പോയ പോലെ പിണറായി നവോത്ഥാന കേരളത്തിന്റെ സൃഷ്ടി നടത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടി പോയതാണ്. അതേപോലെ തന്നെ എം.ബി. രാജേഷും നാടിനെ എന്താ പറയാ ഉന്നതിയിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ഷീണിച്ച് എന്നിട്ട് അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടി പോയതാണ്, വിനോദയാത്രക്ക് വേണ്ടി പോയതാണ്. അപ്പൊ വിനോദയാത്ര കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വരുന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരാഴ്ച സമയമുണ്ട്, ഒരാഴ്ച വരെ നമ്മുടെ പ്രതിപക്ഷങ്ങൾക്ക് തല്ലുകൊള്ളാം. അപ്പോഴത്തേക്ക് നമ്മുടെ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് റെഡിയാവും, ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് റെഡിയാകും. അതോടെ നമുക്ക് ഈ വിവാദം അവസാനിപ്പിക്കാം എന്നൊക്കെയാണ് സർക്കാർ കരുതുന്നത്. പക്ഷേ ഈ വിവാദം അങ്ങനെ അവസാനിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ മന്ത്രി PA മുഹമ്മദ് റിയാസ് പതിവ് പോലെ പിണറായി വിജയന് പഠിക്കുകയാണല്ലോ റിയാസ് ഇപ്പോൾ. അപ്പോൾ അതേ സ്റ്റൈലിലാണ് റിയാസിന്റെ മറുപടിയൊക്കെ. അപ്പൊ റിയാസ് പറയുന്നത് ഈ കോഴ ആരോപണം എന്നൊക്കെ പറയുന്നത് ഇതിന് പുച്ഛിച്ച് തള്ളുകയാണ്. അങ്ങനെ ഇത്തരം ആരോപണങ്ങളൊന്നുമില്ല, ഇങ്ങനെ ഒരു ശബ്ദരേഖയും ഇല്ല, ഒരു സംഭവവും ഇല്ല എന്നുള്ള രീതിയിലാണ് റിയാസിന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. മാത്രമല്ല റിയാസ് പ്രതിപക്ഷത്തിനിട്ട് കുത്തുന്നു. അതായത് ഈ 8 വർഷം ഭരണത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ ചിലർക്കുള്ള പ്രശ്നമാണ് ഇതൊക്കെ എന്നാണ് റിയാസ് പറയുന്നത്. അപ്പൊ പറയുന്നത് ഇതിനുള്ള മരുന്ന് പക്ഷെ നമ്മളെടുത്തില്ല എന്ന ആക്ഷേപ പരാമർശവും റിയാസ് നടത്തുന്നു. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ റിയാസ് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ എക്സൈസ് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഇതിൽ കൂടുതൽ പറയേണ്ട കാര്യമൊന്നും ഇല്ലാതാണ് റിയാസ് പറയുന്നത്. സർക്കാർ മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ പെട്ടെന്ന് ഏതായാലും ഈ പറയുന്ന ഡ്രൈ ഡേ എടുത്തു കളയുക എന്നുള്ളതും നമ്മുടെ ഈ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക തുടങ്ങിയിട്ടുള്ള ഈ ഇളവുകൾ തൽക്കാലം നടപ്പാക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. കാരണം പെട്ടെന്ന് നടപ്പാക്കി കഴിഞ്ഞാൽ വിവരം അറിയാം. കാരണം ഇതേപോലെ ആയിരുന്നല്ലോ പണ്ട് KM മാണിനെ രാജിവെപ്പിച്ചത്. അതേപോലെ പ്രതിപക്ഷം അതൊക്കെ കണ്ടുപഠിച്ച് തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാവും എന്ന് അറിയുന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ പറയുന്ന പരിപാടിയിൽ നിന്ന് ഇവർ മാറി നിൽക്കാനാണ് സാധ്യത. പക്ഷെ പിരിവ് ഒരു ഭാഗത്ത് നടക്കട്ടെ എന്നായിരിക്കും ഇവരുടെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം പിരിവ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. കാരണം എക്സൈസ് വകുപ്പിലെ എല്ലാ കാലത്തും ഇത്തരം പിരിവുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. എന്തോ ദൗർഭാഗ്യത്തിന് ഈ ഒരു ശബ്ദരേഖ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഈ 25 കോടി പിരിക്കും, 25 കോടി കൈമറയും. പിന്നെ പഴയ പോലെയല്ല, ഈ നോട്ടെണ്ണാനൊക്കെ ഇപ്പൊ സുഖാണല്ലോ. കാരണം മറ്റേ ആള് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ജോസ് കെ മാണിയുടെ വീട്ടിലായിരുന്നു. ജോസ് കെ മാണിയും മാണി സാറും ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു, തറവാട്ടുള്ളിലായിരുന്നു താമസം. ആ കാലത്ത് അവിടെ ഇതുണ്ട്, എന്താ പറയാ, നോട്ടെണ്ണൽ യന്ത്രം ഉണ്ട് എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അപ്പൊ നോട്ടെണ്ണൽ യന്ത്രം ജോസ് കെ മാണി കൊണ്ടുവരും, അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താം, പങ്കുവെക്കാം. ഇങ്ങനെയൊക്കെ അർമാദിക്കെന്നായിരുന്നു ഇവരുടെ ആലോചന അല്ലെങ്കിൽ ഇവരുടെ പ്ലാൻ. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടന്നോളണമെന്നില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ പോക്ക്? അപ്പൊ നമുക്ക് ഏതായാലും ഒരാഴ്ച ഒരു ഗ്യാപ്പ് ഉണ്ട്. ഒരാഴ്ച എം.പി. രാജേഷ് തിരിച്ചു വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരൊക്കെ അടികൊള്ളട്ടെ, രക്ഷാപ്രവർത്തനം നടത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബാക്കിയുള്ള വാർത്തകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഓക്കെ.